നമസ്കാരം, തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. മൂന്നിയൂരിൽ ജീവനും സ്വത്തിനും ഭീഷണിയായി മരങ്ങൾ. ഏതു സമയവും മരങ്ങൾ വീടിന് മുകളിലേക്ക് വീഴുമെന്ന ഭീതിയിൽ കുടുംബം. മൂന്നിയൂർ പാറക്കടവ് 11ാം വാർഡിലെ ഷിഹാബുദ്ദീൻ തങ്ങളുടെ വീടിന് ഭീഷണിയായാണ് ചെമ്മാട് തലപ്പാറ PWD റോഡിൽ പാറക്കടവ് പാലത്തിന് സമീപത്തായി നിരവധി മരങ്ങൾ നിൽക്കുന്നത്. മഴക്കാലമായതോടെ ഏതു നിമിഷവും മരങ്ങൾ വീടിന് മുകളിലേക്ക് വീഴുമെന്ന ഭീതിയിലാണ് കുട്ടികളടങ്ങുന്ന ഷിഹാബുദ്ദീൻ്റെ കുടുംബം. എൻ്റെ വീടിന് ഭീഷണിയായി കിടക്കുന്ന ഈ മരങ്ങളൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു പരിഹാരങ്ങൾ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഭീഷണിയാണ് ഇത്രയും മരങ്ങളും കാര്യങ്ങളും കിടക്കുന്നത്. ഒരു മരത്തിനോട് ചാരിയിട്ട് ഇപ്പോഴും കിടപ്പാണ്. അതുപോലെ കൂടുതൽ 10-15 മരങ്ങളുണ്ട് ഇവിടെ. ഇതുവരെ ഒരു പരിഹാരം ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. അതുകൊണ്ട് ഇവിടെയുള്ള പഞ്ചായത്തിലെ മെമ്പറും പിന്നെ മറ്റുള്ള എല്ലാവരും ലെജിസ്ലേഷൻ്റെ എല്ലാ ആളുകളും എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങളും കൂടി ഒന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്തുനിന്ന് കൂടി ഒന്ന് ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. മഴയും കാറ്റും വരുന്ന സമയത്ത് വളരെ ഭയത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ കഴിയുന്നത്. ചില സമയങ്ങളിലൊക്കെ ഈ ഫ്രണ്ടിൽ നിന്ന് റൂമിൽ നിന്നൊക്കെ പോയിട്ട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കലാണ്. അത്രക്കും ഭീഷണിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. ചെറിയ മക്കളുള്ളതാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങളെ നിന്ന് നമുക്ക് കിട്ടണം. ഷിഹാബുദ്ദീൻ്റെയും കുടുംബത്തിൻ്റെയും ജീവനും സ്വത്തിനും ഭീഷണിയായ മരങ്ങൾ എത്രയും പെട്ടെന്ന് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട നന്മ റെസിഡൻസ് അസോസിയേഷൻ നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയതിനു ശേഷം ഏറ്റവും പ്രധാനമായി ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അതിന് പ്രാധാന്യം കൽപ്പിക്കാതെ റോഡിന് എതിർവശത്തോ KCBക്ക് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടി മരങ്ങൾ മുറിക്കുവാൻ യൂണിവേഴ്സിറ്റിക്ക് അനുമതി നൽകുകയും മരങ്ങൾ മുറിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നന്മ റെസിഡൻസ് അസോസിയേഷൻ പറയുന്നു. നമ്മുടെ 11ാം വാർഡിലെ ഷിഹാബുദ്ദീൻ തങ്ങളുടെ വീടിന് ഭീഷണിയായിക്കൊണ്ട് PWD ചെമ്മാട് തലപ്പാറ റോഡിൽ പാറക്കടവ് പാലത്തിന് തൊട്ടടുത്തായി 15ഓളം മരങ്ങൾ വീടിന് ഭീഷണിയായിക്കൊണ്ട് നിൽക്കുന്നത്. ഈ മരങ്ങൾ ഈ മഴയും കാറ്റും കൂടിയ സമയത്ത് അത് വീടിൻ്റെ മുകളിലേക്ക് വീഴാനും അത് ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നെന്മാ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ കഴിഞ്ഞ ഒരു മാസം മുൻപ് PWD റോഡ് വിഭാഗത്തിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അപേക്ഷയ്ക്ക് യാതൊരു അനക്കവുമില്ലാതെ അപേക്ഷ ഫോറസ്റ്റ് സെക്ഷനിലേക്ക് കൈമാറി എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തിട്ടും അതിൻ്റെ മെല്ലപ്പോക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ അപേക്ഷ കൊടുത്തതിന് ശേഷം KCB ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായി KCB അവരുടെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിക്ക് മരങ്ങൾ വെട്ടിമാറ്റാനുള്ള അനുമതി കൊടുക്കുകയും ആ മരങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സാധാരണമായ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ അവരുടെ ജീവനും സ്വത്തിനുമാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതെന്നിരിക്കെ മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആ മരങ്ങൾ ഇപ്പോഴും വെട്ടാത്തൊരു സ്ഥിതി ഉണ്ടാവുകയും ഗവൺമെൻറ്റിൻ്റെ ഒരു സെക്ഷൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള മരങ്ങൾ വെട്ടി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ഈ മരങ്ങൾ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നെന്മാ റെസിഡൻസ് അസോസിയേഷൻ്റെ കീഴിൽ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം അറിയിക്കുന്നു. സംഭവത്തിൽ നന്മ റെസിഡൻസ് അസോസിയേഷൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രതിഷേധം വാർഡ് മെമ്പർ മണമൽ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആർക്കും വന്നാൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ റോഡ് സൈഡിൽ വലിയ മരങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീടിന് ഭീഷണിയായി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ മരങ്ങളും അതുപോലെ
തൊട്ടടുത്ത് ബോട്ട് കമ്പനിയുടെ ഭാഗത്തൊക്കെ ഉള്ള മരങ്ങൾ, വലിയ ചീനിമരം, പന എന്നിവ ജനങ്ങൾക്കും യാത്രക്കാർക്കും ഒക്കെ ഭീഷണിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നെന്മാറ റെസിഡൻസ് അസോസിയേഷൻ കുറച്ച് മുമ്പേ പഞ്ചായത്തിലും PWയിലും പരാതി നൽകിയിരുന്നു. അതുപോലെ തന്നെ വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് 2 വർഷം മുമ്പ് ഞാൻ ഈ പരാതിയുമായി പഞ്ചായത്തിലും PWയ്ക്കും കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് വരെ അതിന് ഒരു ചില്ലി പോലും വെട്ടാനുള്ള അനുവാദം നമ്മുടെ PWന്റെ ഭാഗത്തു നിന്നും ഫോറസ്റ്റ് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വളരെ വിചിത്രമായി എന്ന് തോന്നുന്ന ഒരു സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് അപ്പുറത്ത് നമ്മുടെ യൂണിവേഴ്സിറ്റി പമ്പ് ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മുന്നിൽ ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടി അവിടെയുള്ള മരങ്ങൾ വെട്ടാൻ PW അനുവാദം കൊടുത്ത് എന്ന് കേൾക്കുമ്പോൾ ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതമാണ് ഇവർ നൽകുന്നത് എന്ന് സംശയമാണ്. ഇതിൻ്റെ മറ്റു പ്രവർത്തനവുമായി ഗവൺമെൻറ് ആളുകൾ പല മേഖലയിലും പരാതി നൽകിയിട്ട് പോലും ഇതിന് യാതൊരു നടപടിയും ഇല്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. പഞ്ചായത്തിനും അവർ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റും അതുപോലെ നമ്മുടെ PW ഉദ്യോഗസ്ഥന്മാരും കണ്ണടക്കരുത് എന്നാണ് ഇപ്പോഴത്തെ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് CM അബ്ദുൽ മജീദ് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. VP ഷുക്കൂർ, CM മുഹമ്മദ് അലി ഷാ, VP അബ്ദുൽ മജീദ്, CM ബഷീർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. CM ഷാഫി, ആരിഫുദ്ദീൻ KK, കൊല്ലഞ്ചേരി മൊയ്തീൻ കോയ, ഹൈദ്രോസ് തങ്ങൾ, CM ബഷീർ, CM നസീൽ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.